ഇപ്പോൾ നിങ്ങൾ ഒരു ടെലഗ്രാം ചാനൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഓണർ. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഓണർഷിപ്പ് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ ഓണറെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് ഗ്രൂപ്പിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഓണറെയാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ഒരു ഗ്രൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചാനൽ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓണറെയാണ് എനിക്ക് മാറ്റേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ആ ഗ്രൂപ്പിൻ്റെ ഓണർ ആയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓണറെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ മുകളിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐഫോൺസിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ആൻഡ്രോയിഡ് ഫോൺസിലും ഇതുപോലെ ഒരു പേജിലോട്ട് തന്നെ ആയിരിക്കും എത്തുക. ആൻഡ്രോയിഡ് ഫോൺസിലാണെന്നുണ്ടെങ്കിൽ ഏത് കോൺടാക്റ്റിനെയാണോ നിങ്ങൾക്ക് അഡ്മിൻ ആക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. പക്ഷേ ഐഫോൺസിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞെക്കി പിടിക്കുമ്പോൾ ആഡ് അഡ്മിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്തായാലും ഇവിടെ നമുക്ക് ആഡ് അഡ്മിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണോ ഓണർ ആക്കേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് ന്യൂ അഡ്മിൻസ് എന്നുള്ളത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ഓണാക്കി കൊടുക്കുക. അത് ഓണാക്കി കൊടുക്കുന്ന സമയത്ത് താഴെ ഒരു ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും, ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഓണർഷിപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ഓണർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ ഓണർഷിപ്പ് മാറ്റുന്നതിൻ്റെ 7 ദിവസം മുമ്പെങ്കിലും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ സെറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഓണറായി മാറുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നേരത്തെ ഈ ഒരാളായിരുന്നു ഓണർ, ഇപ്പം അത് മാറിയിട്ട് ഈ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ ഓണറെ മാറ്റാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.